ഈ വീഡിയോയുടെ കണ്ടൻറ്റ് പറയുന്നതിന് മുമ്പ് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഞാൻ എവിടാണെന്ന് അറിഞ്ഞാൽ അവർക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും. ഞാൻ ലോകത്തിൻ്റെ ഏതോ മൂലയിലിരുന്നാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം അത് പറഞ്ഞ ശേഷം ഞാൻ ഈ വീഡിയോയുടെ കണ്ടൻറ്റിലോട്ട് പോകാം. ഞാൻ ഇന്ത്യയിലുണ്ട്. ഞാൻ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ്. ഞാൻ കൂടുതലും ഉള്ളത് ഡൽഹിയിലാണ്. ഓഫീസിൻ്റെ ആവശ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ 2-3 ഇൻ്റർനാഷണൽ ന്യൂസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബാംഗ്ലൂർ പോകും, ചിലപ്പോൾ ചെന്നൈയിൽ പോകും. അധിക സമയം ഇന്ത്യയിൽ തന്നെയുണ്ട്. ഞാൻ നേരത്തെ ഗ്രീൻ കാർഡ് ഹോൾഡറായിരുന്നു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട ഇഷ്യൂ വന്നു കഴിയുമ്പോൾ ഞാൻ തന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാനൊരു B1 B2 വിസ എടുത്തിരിക്കുകയാണ്. 10 വർഷത്തേക്കുണ്ടത്. എനിക്ക് ഷെങ്കൻ വിസയുണ്ട് 5 വർഷത്തേക്ക്, ബ്രിട്ടീഷ് വിസയുണ്ട് 5 വർഷത്തേക്ക്, ഓസ്ട്രേലിയൻ വിസയുണ്ട്, കനേഡിയൻ വിസയുണ്ട് 10 വർഷത്തേക്ക്, ന്യൂസിലാൻഡ് വിസയുണ്ട്. പിന്നെ അമേരിക്കൻ വിസയും ഷെങ്കനും ബ്രിട്ടീഷ് വിസയൊക്കെ ഉള്ളത് കാരണം ഏകദേശം 165-170 രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവലാണ്. അതുകൊണ്ട് വിസയുടെ ആവശ്യമില്ല. പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആയതിൻ്റെ പേരിൽ അതിനകത്തും അക്സെപ്റ്റായ പല രാജ്യങ്ങൾ വിസ ഓൺ അറൈവലാണ്. പിന്നെ ഇദ്ദേഹം ന്യൂസിലാൻഡിലാണെങ്കിൽ തന്നെ ഞാൻ അവിടെ വന്ന് താങ്കളെ കാണാൻ തയ്യാറാണ്. എനിക്കതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഞാനെല്ലാം ട്രാവൽ ചെയ്യുന്നയാളാണ്. ഇനിയും താങ്കൾ ഇറാനിൽ പോവുകയാണെങ്കിൽ അവിടെയും വന്ന് ഞാൻ താങ്കളെ കാണാൻ തയ്യാറാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ത്യക്കാരനാണ്, ഇന്ത്യയിലുണ്ട്. ജോലി ആവശ്യത്തിന് വേണ്ടി ഞാൻ പല സ്ഥലത്ത് പോകാറുണ്ട്. ഞാൻ എവിടൊക്കെ പോകുന്ന കാര്യം കംപ്ലീറ്റ് ആയിട്ടും ട്രാൻസ്പെറൻ്റ് ആണ്. ഞാനൊന്നും മറച്ചു വെക്കാറൊന്നുമില്ല. കാരണം മറച്ചു വെച്ചിട്ട് അതുകൊണ്ട് യാതൊന്നും കിട്ടാനും പോകുന്നില്ല, യാതൊരു പ്രയോജനവുമില്ല, ഒരു അഡ്വാൻറ്റേജും ഇല്ല. ഈ വാർത്ത എൻ്റെ ഈ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പല ആൾക്കാരും പല സുഹൃത്തുക്കളും പറഞ്ഞ് ഞാൻ ഈ കൂടുതൽ കേരള കണ്ടൻറ്റുകൾ, അതായത് വിഷയങ്ങൾ കുറച്ച് മാത്രം കൈകാര്യം ചെയ്താൽ മതി. ഇവിടെ മറ്റുള്ള ചാനലുകളൊക്കെ ഉണ്ട്, അവരിഷ്ടം പോലെ ഇത് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ആ വിഷയത്തിലോട്ട് കടക്കാത്തത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ നോക്കും കേരളത്തിലെ ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ ഈ കണ്ടൻറ്റ് തൊടുന്നുണ്ടോ ഇല്ലയോ. അതായത് പറഞ്ഞാൽ തന്നെ യഥാർത്ഥ വിഷയം പറയാതെ പോവുകയാണ്. ഇപ്പം ഞാനീ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഡ്രഗ് മാഫിയയെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ നേരത്തെ പഞ്ചാബിൽ എങ്ങനെയായിരുന്നു ഡ്രഗിൻ്റെ ഇൻഫ്ലുവൻസ്. അതിനേക്കാളിലും ഒരു പിടി മുകളിലായിട്ട് കേരളത്തിലെ ഡ്രഗ് മാഫിയെ പിടിമുറുക്കി. അത് യഥാർത്ഥ സത്യമാണിത്. പക്ഷേ ഇതിനെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യം കേരള ഗവൺമെൻറ്റും കേരള പോലീസ് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും കേരളത്തിലെ സ്റ്റേറ്റ് ഏജൻസി എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പല ആൾക്കാരും പറയുന്നത് അവർ പരിശ്രമിക്കുന്നുണ്ട്, അവർ മാക്സിമം നോക്കുന്നുണ്ട്. ഇതുമായിട്ട് ചേർന്ന് കൊലപാതകം കാരണം തിരുവനന്തപുരത്തൊരു പയ്യൻ അവൻ്റെ വീട്ടിലുള്ള 5-6 പേരെ കൊന്നു. അത് കഴിഞ്ഞ് മലബാർ ഭാഗത്ത് ഇതിനകത്ത് പല ആൾക്കാരെയും പിടിക്കുന്നുണ്ട്. ഒരു പോലീസ് ഓഫീസറിൻ്റെ ആയി ബന്ധപ്പെട്ട് ഒരു വീഡിയോ വന്നത് സത്യം പറഞ്ഞാൽ വളരെ ലജ്ജാകരമായിട്ട് തോന്നുന്നു. കോഴിക്കോട് പന്നിയങ്കര എന്ന് പറയുന്ന മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ കിരൺ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ, അതായത് തിരുവനന്തപുരം സ്വദേശി സബ് ഇൻസ്പെക്ടറാണ്. അദ്ദേഹം ഈ സാധനം, അതായത് ഡ്രഗ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിച്ച ഫലമായി ഏകദേശം 40-44 കേസ് ഒരു മാസം കൊണ്ട് എടുക്കേണ്ടി വന്നു. അയാൾക്കെതിരെ ഇവിടെ പ്രതിഷേധം നടക്കുന്നു. ഭരണപക്ഷിയുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധം നടക്കുന്നു. ഇപ്പം അയാൾ ഫോൺ പോലും എടുക്കുന്നില്ല, സൈലൻ്റായിട്ടിരിക്കുകയാണ്. അപ്പം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല വാർത്തകൾ വരുന്നുണ്ട്, പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യം പറയാനുണ്ട്. ഈ ഡ്രഗ് ആൻറ്റി മാഫിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ലോകത്ത്
എല്ലായിടത്തും വളരെ പെട്ടെന്ന് ഷാർപ്പായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുള്ള ലോകമാണ്, ലോകത്തെ പല ഭാഗത്തും. ഇപ്പം ഞാനൊരു കാര്യം പറയാം. 2020 അമേരിക്കയിൽ ഓപ്പറേഷൻ ലെജൻഡ് എന്നൊരു ഓപ്പറേഷൻ നടന്നു. മനസ്സിലാക്കണം, അമേരിക്കയിലുള്ള ഡ്രഗ് മാഫിയ എന്ന് പറയുന്ന ഫെൻറ്റോയിൽ, അതേപോലുള്ള പല സിന്തറ്റിക് ഡ്രഗ്, കാരണം നമ്മൾ ഡ്രഗ് കാർട്ടൽ ലോഡ് എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവങ്ങളാണ്. കാരണം മെക്സിക്കോയിൽ നിന്ന് വരുന്നു, കാനഡയുടെ ബോർഡറിൽ നിന്ന് കയറി വരുന്നു. കാരണം ഈ അമേരിക്ക എന്ന് പറഞ്ഞ ഹ്യൂജ് രാജ്യമാണ്. അപ്പം അതിൻ്റെ 2 ബോർഡറിൽ നിന്ന് ഇത് കയറി വരികയാണ്. അപ്പം അതിനെ തടയാൻ, അതിനെ ഒതുക്കാൻ വേണ്ടി അവിടെ നടത്തിയ ഓപ്പറേഷൻ ലെജൻഡ് എന്ന് പറയുന്നത് ഏകദേശം 1600 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. സ്ട്രീറ്റ് മാഫിയകൾ അറസ്റ്റ് ചെയ്തു, തകർത്ത് ക്രാക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞു. പെട്ടെന്ന് ഇത് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ആ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അതിനെപ്പറ്റി പല പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, ലോ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഇതെങ്ങനെയാണ് ക്രാക്ക് ഡൗൺ ചെയ്തത്. അത് കഴിഞ്ഞ് ലോകത്ത് നിങ്ങൾ നോക്കുക, ഇതേപോലെയുള്ള ഡ്രഗ് മാഫിയ ഒതുക്കാൻ വേണ്ടി പല ഓപ്പറേഷൻ ലോകത്ത് നടന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുന്നൊരു കാര്യമാണ്. 2017 ജമ്മു ആൻഡ് കാശ്മീരിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഓപ്പറേഷൻ നടത്തി. അതിൻ്റെ പേര് ഓപ്പറേഷൻ ക്ലീൻ ഔട്ട് എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇത് നയിച്ചത് അന്നത്തെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണെങ്കിലും ഈ ഓപ്പറേഷൻ നടത്തിയ രാജ്നാഥ് സിംഗിന് യാതൊരു ബന്ധവുമില്ല. നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഈ ഓപ്പറേഷൻ്റെ ഇൻചാർജായിട്ട് കൊടുത്തത് മലയാളിയായ തമിഴ്നാട് IPS ഉദ്യോഗസ്ഥൻ മറ്റേ K. വിജയകുമാറിനെയാണ്. അത് പാലക്കാട് സ്വദേശിയാണ്. ഇദ്ദേഹത്തിന് എനിക്ക് പേഴ്സണൽ പരിചയമുണ്ട് വീരപ്പൻ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷമാണ് CRPFൻ്റെ തലവനായിട്ട് ഡൽഹി വരുന്നത്. അതായത് 2017 ബുർവാൻ വാണി എന്നും പറഞ്ഞ ഒരു ടെററിസ്റ്റിനെ കൊന്നതിൻ്റെ പേരിൽ ആ കാശ്മീർ വാലി മുഴുവൻ അൺസർട്ടനിറ്റി, ടെൻഷനായി. അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ സെക്യൂരിറ്റി ഫോഴ്സിനെതിരെ വല്ലാത്ത രീതിയിൽ ആക്രമണം നടത്തുകയാണ്. ഈ സമയത്ത് ഞാൻ അവിടെ 5 ദിവസം കാശ്മീർ വാലിയിലുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെ ആക്റ്റീവായിട്ട് ഈ പറയുന്ന IPS ഉദ്യോഗസ്ഥനായിരുന്ന വിജയകുമാറിനെ ഇതിൻ്റെ പൂർണ്ണ ചുമതല അങ്ങ് ഏൽപ്പിച്ചു. അതായത് ഇത് ഓവർകം ചെയ്തേ മതിയാവത്തുള്ളൂ. ആ സമയത്ത് അവിടെയുള്ള വാട്സപ്പിലൊക്കെ വരുന്ന സംഭവം, അവിടുത്തെ പെൺകുട്ടികൾ ഇന്ത്യൻ സൈനികർക്കെതിരെ കല്ലെറിയുന്നു, വലിയ സംഭവമായി. അവർ പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ കാശ്മീരിന് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്ന അടിച്ചങ്ങ് വിട്ടു. അവിടെയാണ് ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 199 സ്ഥലങ്ങളിലായിട്ട് ഈ പറയുന്ന ടെററിസ്റ്റുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവരാദ്യം എന്ത് ചെയ്തു, ഇൻ്റർനെറ്റ് ഡേറ്റ അങ്ങ് പിൻവലിച്ചു. അതായത് ഇൻ്റർനെറ്റ് എടുത്ത് കളഞ്ഞ് ഫോൺ മാത്രമായി. അപ്പോൾ ആ സമയത്ത് ഫോൺ മാത്രമായ സമയത്ത് എന്തുണ്ടായി, ഈ ടെററിസ്റ്റുകൾ പലയിടത്തും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡ്രഗ് ഉപയോഗിച്ചിട്ട് പണം സമ്പാദിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് മറ്റുള്ള സോഴ്സിൽ സമ്പാദിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ഏറ്റവും ലേറ്റസ്റ്റ് വെപ്പൺസ് ഉണ്ട്, ആമിനേഷനുണ്ട്, ഗ്രനേഡുണ്ട്, ബോംബുണ്ട്, RDX ഉണ്ട്. ഈ പറയുന്ന കഞ്ചാവ് കച്ചവടക്കാരനും മാഫിയയുടെ കേരളത്തിൽ ഒരു സാധനവും ഉന്തോയില്ല. അപ്പോൾ അവിടുത്തെ ഓപ്പറേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി പിന്നീട് വായിച്ച് മനസ്സിലാക്കി കഴിയും. കാരണം ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പം അതിന് തിരിച്ചു വന്ന ശേഷം ഇതിനെ കംപ്ലീറ്റ് ക്രാക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞു. കളഞ്ഞ് ദൂരെ കളഞ്ഞു ഈ സാധനത്തെ. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞ് എന്തെന്ന് സംഭവത്തിൽ ഇതിനെ തൊലച്ചിരിക്കണം. ഇന്ത്യൻ പട്ടാളവും ഏജൻസികളും ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഈ പറയുന്ന ഈ വിജയകുമാറിൻ്റെ നേതൃത്വത്തിൽ ക്രാക്ക് ഡൗൺ ചെയ്ത് പൊളിച്ച് നശിപ്പിച്ച് കൈ കൊടുത്തു. ഇതിന് 190 ഈ ലഷ്കർ ഇ തൊയ്ബ അങ്ങനെ പല ആൾക്കാരുടെ നേതാക്കളെ പലരെ വെടിവെച്ച് ഊരകളെ തൊലച്ച് നാശമാക്കി കളഞ്ഞു. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് വിചാരിച്ചാൽ ഇന്ത്യയുടെ ഓപ്പറേഷൻസ് 2017 കാശ്മീരിലെ ക്ലീൻ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എത്ര മലയാളികൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. കേരളത്തിലെ മീഡിയ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലെ പോലീസ് സംവിധാനമുള്ള ഒരു സ്റ്റേറ്റായ കേരളത്തിൽ ഇതിനെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി 10 ദിവസം പോലും ആവശ്യമില്ല. ഞാനിത് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ ഉണ്ടാക്കുക.
കാരണം വാട്സപ്പും മറ്റുള്ള ഇവർ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതിനകത്തുനിന്ന് മുഴുവൻ റിസോഴ്സസ് ഇവരുടെ കമ്മ്യൂണിക്കേഷനും മുഴുവനും ക്യാപ്ചർ ചെയ്തിട്ട് ഒരു ടീമിനെ ഉണ്ടാക്കുക. അത് ഒരു ടീമിനെ ഉണ്ടാക്കുന്നത് ഇൻ്റർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഈ ഡ്രഗിൻ്റെ നെറ്റ്വർക്ക് അത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അതേപോലെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെ SP-മാരുടെ പെട്ടെന്ന് യോഗം വിളിക്കണം. മീറ്റിംഗ് വിളിച്ചിട്ട് ഈ SP-മാർക്ക് 15 ദിവസത്തേക്ക് വേറെ ലോ ആൻഡ് ഓർഡർ പരിപാടിയൊന്നുമില്ല, ആ ജില്ലയിലെ അടുത്ത ഓഫീസറിനെ അത് ഏൽപ്പിക്കുക. എന്നിട്ട് എല്ലാ സ്റ്റേഷനിലെ SHO-മാരോട് അവർക്കും അടുത്ത 15 ദിവസം വേറൊരു ജോലിയില്ല, അവിടെ അഡീഷണൽ SHO മറ്റുള്ളവരെ ചാർജ് ഏൽപ്പിക്കുക. അതായത് ഒറ്റയടിക്ക് 10-15 ദിവസം കൊണ്ട് ക്രാക്ക് ഡൗൺ ചെയ്യുക. അതിന് സെപ്പറേറ്റ് പോലീസ് യൂണിറ്റും സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്സും ഉണ്ടാക്കി ഈ പുല്ല് തൊലച്ച് കൈ കൊടുക്കാം. സിമ്പിളായത്, ഇത് ഭയങ്കര കാര്യമൊന്നുമല്ല. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഇൻ്റർവെൻഷൻ നടത്താൻ പോകുന്നു, അവനെ വിടണം ഇവനെ വിടണമെന്നും പറഞ്ഞുകൊണ്ട് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ടോ കേരള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ വിളിക്കുകയാണെങ്കിൽ P. ശശി പോലും ആ സമയത്ത് ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് പോലീസിനെ വിളിച്ച് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ P. ശശിയെ പോലും അറസ്റ്റ് ചെയ്യുവാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉത്തരവ് കൊടുക്കണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്തുവാന്ന്. അത് അങ്ങനെ അപ്പോൾ ഉണ്ടായ സംഭവം, ഈ ഓപ്പറേഷൻ ക്ലീൻ ഔട്ട് കാശ്മീരിൽ നടന്ന സമയത്ത് അവിടെയുള്ള നാഷണൽ കോൺഫറൻസിൻ്റെ മറ്റുള്ള പല നേതാക്കളും അവിടെയുള്ള പോലീസ് ഓഫീഷ്യൽസിനും ഇതേപോലെ ഓപ്പറേഷൻ ഗ്രൂപ്പിനെയൊക്കെ വിളിച്ചിട്ട് പല ആൾക്കാരെയും പൊക്കി, ഇന്നയാളെ അവരെ വിടരുത്. അവിടെ എന്താ അവർ ഓപ്പറേഷൻ ഗ്രൂപ്പ് എന്താ ചെയ്തതെന്നറിയോ? എവിടെ നിന്നാണ് ഫോൺ ചെയ്യുന്നതെന്ന് ചോദിക്കും. അവിടുന്ന് പോയി അവനെ തൂക്കിയെടുത്ത് അതേപോലെ അങ്ങ് ഡീറ്റെയിൻ ചെയ്തകത്തിട്ടു. എന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷമാണ് അവനെ പുറത്തു വിട്ടത്. ഇതേപോലെ ഓപ്പറേഷൻ കേരളത്തിൽ നടക്കുമ്പോൾ നമ്മുടെ കളമശ്ശേരിയിലുള്ള സക്കീർ ഹുസൈൻ, അതായത് ഞാൻ കഴിഞ്ഞ ഒരു വോയിസ് കേട്ടു, അവിടെ കളമശ്ശേരിയിലൊരു സബ് ഇൻസ്പെക്ടർ ഇയാൾ പിടിച്ച് വരട്ടുന്നത്, അത് അമൃതരാജ് എന്ന് പറഞ്ഞയാൾ. അപ്പം ഒരു കഴിവുള്ള ധീരനായ ഓഫീസർ തിരിച്ചു കൊടുക്കുന്നൊരു മറുപടിയുണ്ട്, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ യൂണിഫോം ഇട്ടാൽ എൻ്റെ ജോലി ഞാൻ ചെയ്യും, എനിക്ക് എന്ത് നടപടി എടുത്താലും എനിക്ക് പുല്ലാണ് വില, ഞാൻ നീതിപരമായിട്ട് നിൽക്കും. ഇതേപോലെയുള്ള ഓഫീസേഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റിനെ നശിപ്പിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണവും കേരളത്തിലെ പാർട്ടി സെല്ലിൻ്റെ ഭരണവും AKG സെൻറ്ററിൻ്റെ ഭരണവുമാണ്. അത് നിങ്ങൾ സമ്മതിച്ചേ മതിയാകൂ. അതായത് കഴിവുള്ള ഓഫീസേഴ്സിനെ മുഴുവനും മൂലക്കിരുത്തി. അപ്പോൾ ഇതേപോലെയുള്ള ഓഫീസേഴ്സിനെ കൊണ്ട് വെച്ചിട്ട് പല ഗ്രൂപ്പുകളായിട്ട് ഓപ്പറേഷണൽ ഗ്രൂപ്പ് ഒരു പേരിടുക. പക്ഷേ ഇതിൻ്റെ മുഴുവനും സംഭവങ്ങൾ പോലീസിൻ്റെ വയർലെസ്സിൽ കൂടെ സംഭവം കൈമാറരുത്. അതിൻ്റെ ഒരു പ്രത്യേക ആപ്പുണ്ട്, എൻക്രിപ്റ്റഡ് ആപ്പ് ഉണ്ടാക്കിയിട്ട് ഈ വാട്സപ്പുമായിട്ട് മറ്റുള്ള ഈ സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, അത് ഈ ടെക്നോളജി എല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലുണ്ട്. കാരണം ഇത് നമ്മൾ വലിയ വില കൊടുത്ത് മേടിച്ച് വെച്ചേക്കുന്നതാണ്. കാരണം എനിക്കറിയാവുന്ന വസ്തുതയാണ് ആരാണ് ഇത് ഈ സംഭവം ഇൻവെൻറ്റ് ചെയ്തതും ഗവൺമെൻറ് കൊടുത്തത്. അപ്പോൾ അവരുടെ ഈ സംഭവം തൽക്കാലമായിട്ട് എടുത്തിട്ട് ഈ പറയുന്ന പ്രൊവൈഡേഴ്സുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കിയിട്ട് ഈ സാധനം മുഴുവൻ ഇന്നിടത്തെ ആളിരിക്കുന്നു, ഇന്നയാളെ ട്രേസ് ചെയ്യാൻ പറ്റും. 10-15 ദിവസം കൊണ്ട് ഇതിനെ പൊളിച്ചിട്ട് കൈ കൊടുക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് പറഞ്ഞ സംഭവം ഇപ്പോൾ നടന്നു വരുന്ന ആൾക്കാരെ ആരെയും ക്യാപ്ചർ ചെയ്യുവാണെങ്കിൽ അവർ ഏത് കമ്മ്യൂണിറ്റിയാണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. ഇതിനകത്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഗെയിം കൂടെ ഉണ്ട്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് അവർ സ്പിരിച്വൽ അല്ല. കാരണം ഒരിക്കലും സ്പിരിച്വൽ ഇസ്ലാമിൽ നിൽക്കുന്നയാൾക്ക് ഡ്രഗിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഇസ്ലാമും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കെട്ടരുത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയും ഇന്ത്യയെ നശിപ്പിക്കുന്ന, ലോകത്തെ നശിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം. അപ്പം അതിൻ്റെ വിശ്വാസികൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കും ഇന്ത്യയും ലോകത്തെ നശിപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഞാൻ പറയുക പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുക. ഏതെങ്കിലും ലീഡേഴ്സ്, ഏതെങ്കിലും സംഘടനയിലുള്ളവർ, പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിൽ ആരെങ്കിലും വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, PV അൻവർ എന്ന് പറഞ്ഞയാൾ എന്തിനാണ് കേരള പോലീസിൻ്റെ സീനിയർ ഓഫീസറിൻ്റെ മൊബൈലും മറ്റുള്ള സംഭവങ്ങളൊക്കെ ചോർത്തിയത്? സ്വർണ്ണക്കടത്ത്.
ഓരോ കാര്യങ്ങൾ എടുക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 15-20 ദിവസം കുറച്ച് ദിവസങ്ങൾ ഈ ക്രാക്ക് ഡൗൺ തുടങ്ങുന്ന സമയത്ത് ഒരാളെ അനുവദിക്കരുത്. പോലീസിന് കംപ്ലീറ്റ് ഫ്രീ ഹാൻഡ് അങ്ങ് കൊടുക്കുക. ഈ സാധനം 15 ദിവസം കൊണ്ട് ഏകദേശം 900-1000 അറസ്റ്റ് വരും. പല പൊളിറ്റിക്കൽ ലീഡേഴ്സും അവർ തൂക്കും. ഇതിൻ്റെ നെറ്റ്വർക്ക് ക്രാക്ക് ഡൗൺ ചെയ്യും, ഇൻട്രസ്റ്റേറ്റ് കണക്ഷൻ ക്രാക്ക് ഡൗൺ ചെയ്യും. പിന്നെ കുറച്ച് നാളത്തേക്ക് ഈ സാധനം ഒതുങ്ങും. ഇതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതായത് വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലീസിംഗ് എന്ന് പറയുന്ന സാധനത്തെപ്പറ്റി അറിയത്തില്ല. ഇവരെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഞാനൊരു നാഷണൽ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ഈ പോലീസുമായിട്ട് നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള ഒഫീഷ്യൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും സെക്യൂരിറ്റി എക്സ്പേർട്ടുകളായിട്ട് സംസാരിക്കുമ്പോഴും അവരവരുടെ ഓപ്പറേഷൻ മെത്തഡോളജി പറഞ്ഞു തരും. എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഈ വിജയകുമാർ എന്ന് പറഞ്ഞാൽ ഈ നേരിട്ട് എന്നോട് പറഞ്ഞ സംഭവമാണ് ഈ വീരപ്പൻ ഓപ്പറേഷൻ ഇങ്ങനെ സക്സസ് ആക്കിയെന്ന്. ഇതേപോലെ അതിമിടുക്കന്മാരായ ഓഫീസേഴ്സ് കേരളത്തിലുണ്ട്. വീണ വിജയനെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കുന്നവനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കുന്നവനെ, അങ്ങനെയുള്ളവരെ IPSൻ്റെ സീനിയർ പോസ്റ്റിൽ വെക്കരുത്. അതാദ്യം മനസ്സിലാക്കുക. മുഖ്യമന്ത്രിക്ക് കോൺസ്റ്റിറ്റ്യൂഷനാണ് ആ സല്യൂട്ട് അടിക്കണം. ഈ വീണ വിജയനെ കാണുന്ന സല്യൂട്ട് അടിക്കുന്നതിന് ഓടിച്ചിട്ടടിക്കണം. മനസ്സിലായാലും ഞാൻ ഈ പറയുന്നതിൻ്റെ പൊരുൾ പിടികിട്ടിയല്ലോ. കാരണം അങ്ങനെയുള്ള ഒരാൾക്ക് കഴിവ് കാണില്ല. കാരണം അവൻ ഈ കാലേ നക്കിയ അവൻ്റെ കാലം ഇവൻ്റെ ഈ രാഷ്ട്രീയക്കാരൻ്റെ കാലേ നക്കി നടക്കുന്നവനാണ്. കാരണം കഴിവുള്ള ഒരു ഓഫീസർ, കേപ്പബിളായിട്ടൊരു ഓഫീസർ ഇവരുടെ കുടുംബാംഗങ്ങളെയും ഈ രാഷ്ട്രീയക്കാരൻ്റെ പിടിയാളുകളെ ശിങ്കടികളെയും റെസ്പെക്റ്റ് ചെയ്ത് സല്യൂട്ട് ചെയ്ത് നടക്കില്ല. കാരണം അവന് കേപ്പബിളാണ്, അവന് കാര്യങ്ങൾ നടത്താൻ അറിയാം. പിന്നെന്തിനാ ഈ തെണ്ടി അവൻ പുറകെ നടക്കേണ്ട ആവശ്യം? അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അപ്പം ഇങ്ങനെയുള്ള കഴിവുള്ള ഓഫീസേഴ്സിനെ മുമ്പോട്ട് വിട്ടിട്ട് ഇതിനെ 10-15 ദിവസം കൊണ്ട് കേരളത്തിൽ ക്രാക്ക് ഡൗൺ ചെയ്ത് കൂടെ കളയാം, തോലച്ച് നശിപ്പിച്ച് കളയാം. ഇത് ചെയ്യാൻ പോലും കഴിവില്ലാത്ത ഈ കണ്ണൂരിൽ മറ്റേ ബ്രണ്ണൻ കോളേജിൽ കത്തിയുടെ നടുത്തടുക്കൂടെ പോയെന്ന് പറഞ്ഞ ചങ്കൻ, നോൺസെൻസ്. പുള്ളി ഭൂലോക പേടിച്ചു തൂറിയാണ്. ഇത്രയും സെക്യൂരിറ്റി പാർട്ടി നടക്കുന്ന മനുഷ്യൻ ഇയാൾക്ക് ഭയങ്കര പേടിയാണ്. അല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഇത് സിമ്പിളായിട്ട് പറഞ്ഞ് 2 ദിവസം കൊണ്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ സാധനത്തെ അടിച്ച് ദൂരെ കളയും. ഇവിടെ ഇവന്മാരൊന്നും ബോംബും ഈ പറയുന്ന AK-47 ഈ കളക്ഷൻ ഓഫ് വലിയ വെപ്പൺസും കൊണ്ട് നടക്കുന്നവരൊന്നും അല്ല. കൂടിപ്പോയ ഒരു പാക്ക് കത്തിയും പിച്ചാത്തിയും ഒക്കെ ഉള്ളു ഇവന്മാരുടെ കയ്യിൽ. ഇവന്മാരെ തുലയ്ക്കാൻ കേരള പോലീസ് നിസ്സാരമായിട്ട് കഴിയുന്ന കാര്യമാണ്. അതിന് പോലും സമ്മതിച്ചു കൊടുക്കാത്ത കേരള മുഖ്യമന്ത്രി ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒന്നില്ലെങ്കിൽ നടത്തുക, അല്ലെങ്കിൽ അയാൾ രാജിവെച്ച് പോവുക. ഇതിലൊന്നാണ് ഈ പാർട്ടി തീരുമാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.